അങ്ങനെ കരച്ചിലും പിഴിച്ചിലുമായിട്ട് സജന താത്ത വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഈ വീണടത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് കേട്ടോ. ഇന്നലെ മറുനാടൻ മലയാളി എന്ന് പറയുന്നൊരു ചാനലിൽ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാർ. ആ ചാനലാണ് ഇത്രയും കരച്ചിലും പിഴിച്ചിലൊക്കെ നടക്കുന്നത്. പറയാനാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ 47 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട്. അത് വല്ലാത്ത രീതിക്ക് ഒന്ന് കണ്ടു തീർത്തത്. അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഈ വീഡിയോയിൽ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സജന പറയുന്നുണ്ട്. കുറേയൊക്കെ സജന നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഫിറോസ് ഖാനെതിരെ പുള്ളിക്കാരി ഒരു 40 മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യം കൊണ്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഫിറോസ് ഖാനും 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഫിറോസ് ഖാനും സജനയും കൂടി സംസാരിക്കുന്നതിന്റെ വോയിസ് അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. അത് കൂടാതെ സജനയും റസൂൽ പൂക്കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കുറച്ച് ന്യായങ്ങളും പറയുന്നുണ്ട്. അതെല്ലാം ഭയങ്കര തമാശയാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്നാൽ ബിഗ് ബോസ് ഒപ്പം ഉണ്ടായിരുന്ന 1-2 ആൾക്കാർക്കെതിരെയും കുറച്ച് ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും നമുക്കതൊക്കെ ഒന്ന് കേൾക്കാം. പിന്നെ പറഞ്ഞ് ഫിറോസിനെതിരെ എൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്, ആ തെളിവുണ്ട്, ഈ തെളിവുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ തള്ളി മറിക്കുന്നുണ്ട്. അങ്ങനെ ഫിറോസ് ഖാനെതിരെ എന്തെങ്കിലും തെളിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യുമായിരുന്നോ സജന? കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഫിറോസ് ഖാൻ സജനയ്ക്കെതിരെ കുറേ തെളിവുകളൊക്കെ പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് സജന ഇത്രയും ദിവസം ഇങ്ങനെ അടങ്ങിയിരിക്കില്ല സജന. അപ്പൊ സജനെ റസൂൽ പൂക്കുട്ടിയിൽ നിന്നും 3 കോടി ആവശ്യപ്പെട്ടതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് വീഡിയോകളടക്കം ഫിറോസ് ഖാൻ പുറത്തുവിട്ടിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തില് ഫിറോസ് ഖാനെതിരെ ഏതെങ്കിലും ഒരു തെളിവ് സജനയുടെ കയ്യിലുണ്ടെങ്കിൽ സജന ഇത്രയും ദിവസം പുറത്തു വിടാതിരിക്കുമോ? ഇത് വെറുതെ ഒരു പറച്ചിലാണ് കേട്ടോ. എന്തെങ്കിലും ആ തെളിവുകൊണ്ട് ഈ തെളിവുകൊണ്ട് പേടിച്ചിരുന്നോ ഞാനിപ്പോൾ പുറത്തുവിടും? ഒന്നും പുറത്തുവിടാൻ പോകണമെന്നില്ല, എല്ലാം വെറുതെ. അപ്പം എന്തായാലും സജനയുടെ ആദ്യത്തെ നാടകം നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം അത് കാണും മുമ്പേ എന്താണെന്ന് മനസ്സിലാകാത്തവർക്കായി പറയാം. ബിഗ് ബോക്സ് സീസൺ 3 പങ്കെടുക്കാൻ പോയ കപ്പിളായിട്ട് പോയവരായിരുന്നു കേട്ടോ സജനയും ഫിറോസും. അങ്ങനെ ബിഗ് ബോക്സിൽ നിന്നും പുറത്തിറങ്ങിയോടുകൂടി രണ്ടുപേരും വേർപിരിയുന്നു. അതിനുള്ള പ്രധാന കാരണമായി പറയുന്നത്, ഈ പറയുന്ന സജനയ്ക്ക് റസൂൽ പൂക്കുട്ടി എന്ന ആർട്ടിസ്റ്റുമായിട്ടുള്ള അവിഹിതം ആയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ കുറേ നാളായിട്ട് നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, റസൂൽ പൂക്കുട്ടിക്ക് കൂടാതെ സജനയ്ക്ക് 5-6 കാമുകന്മാർ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫിറോസ് ഖാനിൻ്റെയൊക്കെ തെളിവുകൾ അടക്കം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ പ്രധാനമായിട്ടൊരു തെളിവ് വിട്ടിരുന്നത് എന്തെന്നറിയാമോ? 10 വർഷം മുമ്പ് ഒരു ആൽബം അഭിനയിക്കാൻ പോയപ്പോഴേ അതിലുള്ള പ്രൊഡ്യൂസറുമായിട്ട് സജന ഒളിച്ചോടുകയും ഫിറോസ് ഖാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടൊരു മുദ്രപത്രത്തിൽ എഴുതുകയും അത് റെക്കോർഡ് ചെയ്ത് ഫിറോസ് ഖാൻ അയച്ചു കൊടുക്കുകയും ചെയ്ത ആ ഒരു വീഡിയോ ക്ലിപ്പ് ഫിറോസ് ഖാൻ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കൂ. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടെങ്കിൽ ഫിറോസിനോട് ജീവിക്കാൻ ഒക്കെ വട്ടണ്ട. എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ, നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അന്തസ്സുള്ള സ്ത്രീയാണ് കണ്ടോ. 10 വർഷം മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് സജിനയാണെങ്കിൽ പ്രൊഡ്യൂസറൊക്കെ വേണ്ടെന്ന് വെച്ച് ഫിറോസ് ഖാൻ്റെ അടുത്തേക്ക് തന്നെ വരികയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ അടുത്ത് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സിൽ 21 വയസ്സേ ഉള്ളത്. ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കാത്ത അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത്, ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞ് ഞാനൊരു ന്യായമായിട്ടുള്ള സംസാരമായിരുന്നല്ലേ. പ്രതികാരം ചെയ്തായിരുന്നു. പ്രതികാരം ഇങ്ങനെയാണോ പ്രതികാരം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം പ്രൊഡ്യൂസറിൻ്റെ ഇറങ്ങിപ്പോയതല്ല. ഫിറോസ് ഖാൻ ഒരു ശിക്ഷ എന്ന രീതിക്ക് കൊടുത്തായിരുന്നു. വല്ലാത്തൊരു തരം പ്രതികാരവും ശിക്ഷയൊക്കെ ആയിപ്പോയി. പല രീതിക്കുള്ള പണിഷ്മെൻ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു ചീപ്പ് പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. പ്രതികാരം ചെയ്യാൻ വേണ്ടി വേറെ ആളുടെ ഇറങ്ങി പോവുക, പിന്നെ കുറച്ച് ദിവസം എന്നിട്ട് ഭർത്താവിന് വേണ്ട, എനിക്ക് അവനെ മതി എന്ന് എഴുതി അങ്ങോട്ട് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക. ഇത് ഇങ്ങനൊരു പ്രതികാരം ഞാൻ വേറെടും കണ്ടിട്ടില്ല കേട്ടോ. അതാണ് നമ്മുടെ സജന താത്തയുടെ പ്രത്യേകത. ബാക്കി കേട്ട് നോക്കാം. ഫിറോസ് എന്ന് പറഞ്ഞാൽ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്,
എനിക്ക് മടുത്തു. പക്ഷെ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പൊ പറഞ്ഞു സച്ചിൻ സത്യമായിരുന്നു ഒരാളുടെ കൂടെ പോയി. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മുടെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ പിടിച്ചിൽ വാക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിൽ, അതായത് ഇവൻ എന്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ക്രൂക്കട്ട് മൈൻഡിലാണ് ഞാൻ. സജിനെ ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ ജീവിതമല്ല, ജീവിക്കാനല്ല. ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ജീവിക്കാൻ പോയതല്ല, ഭർത്താവിന് പനിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് കേട്ടോ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇത് ആരോടാ ഈ പറയുന്നത്? ഇങ്ങനൊരു കഥ വന്നങ്ങ് പറയുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് വിശ്വസിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടോ? പറയുന്നതിലൊക്കെ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? സ്വന്തം ഭർത്താവിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ത്രീ ഇഞ്ഞൊരാളെ കൂടി പോവോ? നല്ലൊരു മെന്റാലിറ്റി, നല്ലൊരു മൈൻഡാണ് കേട്ടോ. ബാക്കിയോട് കേട്ട് നോക്കാം. അങ്ങ് ക്ഷമിച്ചോ അങ്ങനെ പോയത്? ആരാ? ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നോ? അതിന്റെ കുറെ കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ ഇടാൻ പറവൻ. അവൻ ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് തന്നെ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് പിന്നെ വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരുവാന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ടുകൊടുത്ത സാധനമാണത്. മനഃപൂർവ്വം ഇട്ടുകൊടുത്തു എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാം. ഇതൊരു വിചിത്രമായ പ്രതികാരമായി പോയല്ലോ. അല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല ഏട്ടാ, എന്താ പറയാ, അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കാന്നുള്ള സാധനത്തിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് വേറൊരാളുടെ കൂടെ പോകണമെങ്കിൽ ആ ആളുമായിട്ടൊരു റിലേഷൻ, ഒരു അഫയർ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറെ ക്രൂരത നമ്മളോട് ആ ഒരു അറ്റാച്ചിന്റെ പുറത്താണ് കൂടി അങ്ങ് ഇറങ്ങിപ്പോയത്, ഒളിച്ചോടി പോയതാണ് കേട്ടോ. അല്ലാതെ പ്രതികാരം ചെയ്തൊന്നുമല്ല. അവൾ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അവനെ അടുത്തപ്പോഴത്തേക്ക് ഭർത്താവിനെ അടുത്ത് തിരിച്ചു വരികയും ചെയ്തു. അതിനിടയ്ക്ക് ഒരു ന്യായീകരണം പറഞ്ഞത്, എൻ്റെ ഭർത്താവ് ഞാൻ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ, ഫ്രാങ്ക് കൊടുത്തതാണെന്നൊക്കെ അങ്ങ് പറയുന്നു. ഇതൊക്കെ എന്താ ഇത്? ഇതിന് തലയ്ക്കകത്ത് വിവരമൊന്നും പറഞ്ഞ സാധനം ഇല്ലാന്നാണെങ്കിൽ പറയാം കേട്ടോ. ബാക്കി കൂടി കേട്ട് നോക്കാം. ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പം എന്റെ കൊച്ചു പ്രായമാണ്. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ആരെങ്കിലും പഞ്ചാര വാക്കിൽ വീണു പോയതല്ല, ഇത് കുബുത്തിയുടെ പുറത്ത് വന്നതാണ് കേട്ടോ. കുബുത്തി അത് അങ്ങനെ ഇറങ്ങിപ്പോയത്, അല്ലാതെ പനിഷ്മെന്റും പ്രതികാരമൊന്നും അല്ല. ഒരു എന്താ പറയുക, പക്കായിട്ടുള്ളൊരു ഒളിച്ചോട്ടം. വലിയ ഷോ കാണിക്കൊന്നും വേണ്ട കേട്ടോ. ബാക്കി കേട്ട് നോക്കാം. ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി എന്റെ ഒരു പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു എന്നാണോ? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ട്. എല്ലാം വ്യക്തമായി എല്ലാം എഴുതി പ്ലാൻ ചെയ്തിട്ടാ പോയത് കേട്ടോ. എൻ്റെ ഭർത്താവിനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്, എൻ്റെ ഇക്കായെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വിശ്വസിച്ചല്ലോ. ആരെങ്കിലും വിശ്വസിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ബാക്കിയോട് കേട്ട് നോക്കാം. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ. നമ്മൾ ശരിക്കും അയാളെ പറ്റിച്ചതാണോ? ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരൻ സീരിയസ് ആണെങ്കിൽ ഞാൻ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തല്ലേ, അല്ലാതെ എനിക്ക് അയാളോട് പ്രത്യേകിച്ച് ഏതൊരു വികാരവും ഉണ്ടായിട്ടില്ല കേട്ടോ. ആ മൂപ്പർക്ക് എന്നോട് പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം ഞാൻ മുതലാക്കി എൻ്റെ ഭർത്താവിന് ഞാൻ ഫ്രാങ്ക് കൊടുത്തായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മൾ എഴുതി വെച്ച് സ്ക്രിപ്റ്റായിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. പറയുന്നതിന് എന്തെങ്കിലും ഒരു ന്യായീകരണം വേണ്ടേ? ന്യായീകരിച്ചോ, പക്ഷെ അതിന് എന്തെങ്കിലും ന്യായം വേണം ന്യായീകരിക്കുമ്പോഴേ. പക്ഷെ ഇതിലും അതൊന്നും ഇല്ല. ഇതൊക്കെ ഭർത്താവിന് പനിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഒളിച്ചോടിയെന്ന് കേൾക്കുന്നതൊക്കെ അത്ര മടയന്മാരാണോ എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഉദ്ദേശിച്ചാണോ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ബാക്കിയോട് കേട്ട് നോക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഒരു ഞങ്ങളെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡാണ് ഇപ്പം ആൾക്കാരിട്ട് അതെ, കൈകൾ അങ്ങ് ഉപേക്ഷിച്ച് ഇങ്ങ് പോന്നു. അതങ്ങ് പറഞ്ഞാൽ മതി. ബാക്കിയോട് കേൾക്കാം. എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം കിട്ടാൻ ഒരാളെ ഞാനത് ഒരാളെ ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. അയാളിപ്പോ അറിയാമോ എവിടെയുണ്ടെന്ന് എന്താണെന്ന് ഒന്നുമില്ല. അവര് അന്നേ നമ്മൾ അതെല്ലാം എന്റെ കൂടി ഒളിച്ചോടി വന്ന കുട്ടി മനസ്സാന്തരം വന്ന് തിരിച്ച് ഭർത്താവിന്റെ അടുത്തേക്ക് പോയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റുമോ? അവിടെ കേസ് കൊടുക്കാൻ ഏതൊരു വകുപ്പും ഇല്ല. ഇവളങ്ങ് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വല്ല ഇതിനെങ്കിൽ തിരിച്ചു വന്നു. അതോടുകൂടി അവ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ.
അല്ലാതെ സജനയിൽ കുറേ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫിറോസ് ഖാൻ വീട്ടിൽ വെറുതെ കുത്തിയിരിപ്പാണ്, ഒരു ജോലിക്കും പോകില്ല, ഞാനാണ് അവിടെ എല്ലാ ജോലിക്ക് പോയി കുടുംബമൊക്കെ നോക്കിയിരുന്നത്, കുഞ്ഞുങ്ങളുടെ ചിലവ് പോലും ഇക്ക നോക്കത്തില്ല, ഞാനായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതും പോയിട്ട് ഫിറോസിന് ഇപ്പോഴും എന്നെ സംശയമായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ പണ്ട് ബിഗ് ബോക്സിൽ പോയ സമയത്ത് മണിക്കുട്ടൻ ഒരു ആപ്പിൾ തന്നു, ആ ആപ്പിൾ കടിച്ചപ്പോഴത്തേക്കും മൂപ്പർക്ക് ഭയങ്കര ദേഷ്യമായി, അങ്ങനെ ഭയങ്കര സംശയവും കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഇടയ്ക്ക് നമ്മുടെ ഇന്റർവ്യൂ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സജനയും റസൂൽ പൂക്കുട്ടിയും കൂടി സംസാരിക്കുന്ന വോയിസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. സജനയും റസൂൽ പൂക്കുട്ടിയും കൂടി സംസാരിക്കുന്ന അതിൻ്റെ വോയിസ് ക്ലിപ്പ് എങ്ങനെ ഫിറോസ് ഖാന് കിട്ടി എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതിനെതിരെ സജന എന്താണ് പറയുന്നത് നോക്കാം. അത് ഒരുപാട് ന്യായങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് എന്താണെന്ന് നോക്കാം. എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. ഇവള് ബിസിനസ് ചെയ്യുവാണ്, എന്നെ കൊണ്ടുവച്ചിട്ട് ഇവളാണ് ബിസിനസ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്ക് എന്നെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് താരമായതുകൊണ്ട് എന്നെ കിട്ടുമെന്നുള്ള രീതി. ഇത് ഞാൻ അറിയുന്നത് പോലുമില്ല, പൊട്ടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ. നമ്മൾ ഷോപ്പ് വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇതാണ് എനിക്ക് അറിഞ്ഞൂടെ. പോയി അവിടെ ഇരിക്കുക, വരുന്ന ഒന്നുമില്ല, നമ്മൾ നല്ല ഡ്രസ്സിൽ തന്നെ പോയിരിക്കുന്നത്, നമ്മൾ അവിടെ പോയിട്ട് ഒന്നും ചെയ്യണ്ട, അവിടെ പോയി ഇരുന്നാൽ മതി. അപ്പം അവർ എല്ലായിടത്തും പോയി ചിലവരൊക്കെ മറ്റേ വൈനൊക്കെ മേടിച്ചുകൊണ്ട് വരും. നമ്മളവിടെ നമുക്കൊരു കോക്ടെയിൽ പോലെ മറ്റേ ഈ ജ്യൂസ് പോലത്തെ ഒരു സാധനം നമ്മളെ കൊണ്ട് വെക്കും. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും. ഞാൻ മറ്റേ മന്ദബുദ്ധികളെ പോലെ അവിടെ ഇരുന്ന് ഇവരും എൻ്റെ കൂടെ കാണും. ഞാനിരുന്ന് ഓക്കെ, ഇതാണ് എൻ്റെ അവിടുത്തെ ഇത്. അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിങ്ങനെ അതാവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരിയെ വിളിച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ, അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സുകൾ പറഞ്ഞു, ഈ കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, അവളൊരു പൊട്ടിപ്പെണ്ണ, ഇനി നെക്സ്റ്റ് ചിലപ്പോൾ ഇവളെ കൈവിട്ട് പോകും. അതായത് ഭയങ്കര ഇല്ലീഗലായിട്ടുള്ള നടക്കുന്ന സ്ഥലത്തല്ലേ എന്നെ കൊണ്ടുപോവാം. അപ്പം നേരെ തിരിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്നതാണെങ്കിൽ പ്രതികരിച്ചിട്ടുമുണ്ട്, ഞാൻ പ്രതികരിക്കും. പക്ഷെ അങ്ങനത്തുള്ള എന്നെ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ദൈവം സത്യം, ഇനി പറയും ഞാൻ അങ്ങനെ പോയി പേഴ്സൺ പറയും. എൻ്റെ മക്കൾ സത്യം, എൻ്റെ മോൻ സത്യം, മോള് സത്യം, ഒരിക്കലും ഒരുത്തന്നെ എന്നെ തൊടാനോ വൃത്തിയുടെ രീതിയിലൊന്നും വന്നില്ല. ആ സിറ്റുവേഷനിൽ ആയി വരുമായിരുന്നു, ബിസിനസ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓടി, ഇതറിഞ്ഞ് പുള്ളിക്കാരിയുടെ പൈസ എടുത്ത് പുള്ളിക്കാരി അവിടെ ഓടി. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ അവരെയും കൂടി ഇപ്പൊ ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കും കേട്ടാ. അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പേഴ്ചകളായിട്ട് ചോദിച്ചേനെ. അല്ലെങ്കിൽ ഞാൻ വെറും മറ്റേ നമ്മൾ എങ്ങനെ ജീവിക്കണം എനിക്ക് അറിഞ്ഞൂടെ. ചിലപ്പോൾ എനിക്കറിയത്തില്ല എൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം അറിയാൻ മേത്ത ലോകത്ത് പോയി എന്താ പെട്ടുപോകുന്ന സംഭവങ്ങളാണ്. ചില പെണ്ണുങ്ങൾ പോയി പെട്ടുപോകുന്ന പറയുന്നത് പുള്ളിക്കാരി വന്നിട്ട് ഈ പുള്ളിക്കാരി പുള്ളിക്കാരുടെ അടുത്ത് റിസൾട്ടൊക്കെ വിളിച്ച് പറയും, ഇവരെല്ലാരും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. സാമാന്യ ഒരു ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. അപ്പൊ ബാക്കിയോട് പറയുന്നതാണ് കേട്ട് നോക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഒരു ഞങ്ങളെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡാണ് ഇപ്പം ആൾക്കാരിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് അങ്ങനെയുള്ള ഒരു പുറത്ത് കൊടുക്കാമോ? കൊടുത്തതല്ല, അതെന്തോ മാജിക് ആയിട്ട് അങ്ങനെ ആയതാ. അതിനങ്ങ് ഇൻസ്റ്റാളായി അങ്ങ് പോയതാ. നിങ്ങൾ അറിയാതെ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പകർത്തി അങ്ങ് പോയതാണ് കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ വേണമെങ്കിൽ പറയാം, ഞാൻ അറിയാതെ അത് പോയതാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇനിയൊരാളുടെ പോയിട്ട് ചേട്ടനെ പറ്റിക്കാൻ പോയത്, അല്ലെങ്കിൽ ഫിറോസ് ഖാനെ പറ്റിക്കാൻ പോയതാണെന്ന് പറഞ്ഞ ആളാ. അപ്പൊ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും. അപ്പൊ ബാക്കിയോട് കേൾക്കാം. ായിരിക്കും ചെയ്യാന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളും ഇക്കായി ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം സോൾവ് ചെയ്യാൻ ഇവരൊക്കെ ആയിരുന്നു ഇടയ്ക്ക് നിൽക്കുന്നത്. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുക. അല്ലല്ല, റസൂലിക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാത്ത അഫെയർ അല്ല ചേട്ടാ. എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഒരു ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു വീഴ്ചയിൽ എന്നെ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് ആരെന്നറിയില്ല, പറയാൻ വാക്കുകളില്ല കേട്ടോ. അത്രത്തോളം അതിനും അതുക്ക് മേലെയാ അദ്ദേഹത്തിന്റെ സ്ഥാനം. അവരെ കൺകണ്ട ദൈവമാണ് റസൂൽ ഖാൻ. എല്ലാം റസൂൽ ഖാൻ കേട്ടോ. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാടൊന്നും പറയാനില്ല. എനിക്കൊരു വീഴ്ച വന്ന സമയത്ത് എന്റെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ റസൂൽ ഖാൻ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കുന്നത് നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ സമയത്ത് സജനയ്ക്ക് അധികം വർക്ക് കിട്ടാതെ അത് കഴിഞ്ഞ സമയത്ത് അപ്പോൾ ദുബായിലെ ബാറുകളിൽ ഗസ്റ്റായിട്ട് പോയാൽ നല്ല കാശ് കിട്ടും. നമ്മുടെ രേണുസുധയൊക്കെ പോയതുപോലെ അങ്ങനെ ഒരു ഓഫർ വന്ന സമയത്ത് സജിൻ അത് നിരസിച്ചില്ല. ദുബായിക്ക് നേരെ ടിക്കറ്റ് എടുത്ത് അങ്ങ് പോയി. അവിടെ എത്തിയപ്പോഴാണ് പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അവിടെ ഗസ്റ്റായിട്ടല്ല പോയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ മദ്യപിക്കാൻ വരുന്ന ആൾക്കാരെ കാഴ്ച വസ്തുത തിരുത്താൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ആവശ്യമൊക്കെ വേണ്ടി കൊണ്ടുപോയതായിരുന്നു. അപ്പൊ അവിടെ വെച്ച് തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാണ് റസൂൽ ഖാൻ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് കേട്ട് നോക്കാം. കെയറിങ്, അതായത് നമ്മൾ പോയ ഒരു വൃത്തികെട്ട കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ്. കാരണം അതിനുവേണ്ടി പൈസ ചെലവാക്കി ഒരു കുഴിയിൽ നിന്ന് തന്നെ വേണം പറയാം, അത്രയും വലിയൊരു കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്ന. പിന്നെ എൻ്റെ മെന്റൽ സപ്പോർട്ടിങ് ആയിട്ടൊക്കെ ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിക് ഫ്രണ്ട്സ് ആയി ഞങ്ങൾ. കുറേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പറയും, എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ച് എനിക്ക്
അതായത് ചേട്ടാ ഞാൻ അതിനുശേഷം ഒരു വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചെലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടുക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ച് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചൊരു ആൾക്കാരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിലോടെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ നല്ലത് ഏതാ ചീത്തയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുക്കാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ അബദ്ധവശം ഞാൻ പോയി വീണിട്ടുമുണ്ട്, അബദ്ധത്തിൽ ഞാൻ പോയി വീണിട്ടുമുണ്ട്. കാരണം ഇങ്ങനെ കുറേ പൊട്ടത്തരത്തിൽ ഞാൻ പോയി വീണിട്ടുണ്ട്. ഈ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു ആൻ മേരിയ. ദിയാസന ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല, ഒരു ഫ്രണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നെ കാണുന്ന ഫ്രണ്ട്സിനോടെല്ലാം ഞങ്ങൾ ഭയങ്കരമായിട്ട് സംസാരിക്കും. എനിക്കൊരു ഏത് ഫ്രണ്ട് കിട്ടാലും ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളും പറയും. ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ, ഒന്നും മനസ്സിൽ വെച്ച് നിൽക്കത്തില്ല. അങ്ങനെ ആൻ മേരിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം അറിയാം. ഞങ്ങൾ തമ്മിൽ ഇപ്പം ഒരു ലവേഴ്സ് ആവട്ടെ, ഒരു ഫാമിലി ആവട്ടെ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആവട്ടെ, വഴക്കുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല ആർഗ്യുമെൻറ്റ്സും വരും. അത് തികച്ചും പേഴ്സണൽ ആയിരിക്കും. ചിലപ്പം ചീത്ത വിളിക്കുമായിരിക്കും, ചിലപ്പോൾ അനാവശ്യങ്ങൾ പറയുമായിരിക്കും, അഗ്ലി സംസാരങ്ങൾ. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷമാണ് സജിനയ്ക്ക് റസൂൽ ഇക്കയുടെ ഒരു സ്നേഹമൊക്കെ തോന്നുന്നത് കേട്ടോ. കാരണം അത്ര ഒരു പ്രതിസന്ധി എന്ന സമയത്ത് രക്ഷിച്ച ആളല്ലേ. അപ്പം സജിന താത്ത ഇക്കയായിട്ട് കൂടുതലങ്ങ് അടുത്തു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും സംസാരമൊക്കെ തുടങ്ങി. അങ്ങനെ ആ ബന്ധം വളരെ വലുതായി. അവർ ഗർഭിണിയാവുന്ന ആ ഒരു സ്റ്റേജിൽ വന്നു. നല്ല രസമുണ്ടായിരുന്നു. അല്ലെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയോട് കേട്ട് നോക്കാം. നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു വന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. വല്ലാത്തൊരു ശിക്ഷയായിപ്പോയി കണ്ടോ. ഇവിടെ എന്ത് തെറ്റാ ചെയ്ത് റസൂലിക്ക? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദുബായിൽ പെട്ട് കിടന്ന ഒരു പെണ്ണിനെ രക്ഷപ്പെടുത്തി നാട്ടിൽ കൊണ്ടുവന്നു. അവൾക്ക് ചെലവും കൊടുത്തു, അവളെ മക്കളുടെ സംരക്ഷണം ഏറ്റെടുത്തു, വീട്ടിൽ ചെലവാക്കാൻ നടത്തി, അവസാനം ഒരു ഗർഭം കൊണ്ടായി കൊടുത്തില്ല. അതിൽ വല്ല തെറ്റുമുണ്ട് അതിൽ? നിങ്ങൾ തോന്നിയ ദിവസം പറഞ്ഞൊരു കണക്ക് വേണ്ടേ? സരിതാത്തയുടെ ആ ഒരു വിഷമം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ബാക്കി സരിതാത്ത ബാക്കി പറയട്ടെ. ഇനി സരിതാത്ത കുറെ കൂടി പറയാനുണ്ട്, അതുകൂടി പറയട്ടെ. ഇനി ഇങ്ങനെ ആരും തെറ്റൊന്നും പറയരുത് കേട്ടോ. സരിതാത്തെ ചെയ്തെല്ലാം ശരിയാ. ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി എൻ്റെ ഒരു പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു എന്നാണോ? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ട്. വലിയ കഷ്ടമായി പോയി കേട്ടോ. ഇങ്ങനെ ഞാൻ റിയേഷൻ പറയാൻ തന്നെ മറന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ട് വിഷമിച്ച് സങ്കടം വന്നിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ല സിനിമാ ഡയലോഗുകളാണ് നമുക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. ആ ഒരു രീതിക്കായിരുന്നു പോകുന്നത്. ഫിറോസ് ഖാൻ ചെയ്തൊക്കെ തെറ്റ്, റസൂലൊക്കെ ചെയ്തൊക്കെ വളരെ ശരിയാ, മനസ്സിലായില്ലേ? കൂടി ജീവിച്ച ഫിറോസ് ഖാൻ ചെയ്തൊക്കെ തെറ്റാ, പക്ഷെ റസൂലൊക്കെ ചെയ്തൊക്കെ ഭയങ്കര ശരിയാ. പക്ഷെ ഈ പുള്ളിക്കാരനൊരു ഭാര്യയും കുട്ടികളും ഒരു കുടുംബം ഉണ്ടുള്ള കാര്യം അങ്ങ് മറന്നുപോയി. ഈ നാഴിക്ക് 40 വട്ടം പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞ്, എൻ്റെ മക്കളെന്ന്, എൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കരുതെന്നൊക്കെ അല്ലേ. എപ്പോൾ എവിടെ പോയാലും ഈ കുഞ്ഞുങ്ങളുടെ വിഷയം എടുത്തിടുന്ന ആരാണ്? സജിനയാണ്. ഫിറോസ് ഖാനെതിരെ നിങ്ങൾ എടുത്തിടുന്ന ആയുധം തന്നെ കുഞ്ഞാണ്. എവിടെയൊക്കെ ഫിറോസ് ഖാനെതിരെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ കുഞ്ഞിനെ എടുത്തിട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു കുഞ്ഞും ഭാര്യയും കുടുംബമുള്ളടത്ത് പോയിട്ടുള്ളതാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് ഈ ചർച്ച നടക്കുന്നത്. നിങ്ങൾക്കൊരു ശരി, മറ്റുള്ളവർക്ക് വേറൊരു ശരിയെന്നാണോ? വല്ലാണ്ട് അങ്ങ് നല്ല കുട്ടിയാവരുത്. ഈ കരച്ചിനിടയ്ക്ക് വേറെ കുറച്ച് കാര്യം കൊണ്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സജിനെ റസ്കൂൾ പൂക്കുട്ടി സംസാരിക്കുന്ന ഫോൺ കോള് ചോർത്തി കൊടുത്തത് ദിയാണ് ആരോ പറഞ്ഞല്ലേ. ദിയാസാന ഫിറോസ് ഖാൻ ചോർത്തി കൊടുക്കാനുണ്ടായ കാരണം സജിന പറയുന്നുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം കേട്ടോ. അതിനെതിരെ ദിയ വന്നിട്ടുണ്ട്.
അത് രണ്ടാമത് അനുഭവിച്ചോളൂ എന്താണെന്നുള്ളത്. അപ്പം നമുക്കത് എന്താണ് കേട്ട് നോക്കാം, എന്ത് ആരോപണമാണ് പറഞ്ഞ് കേട്ട് നോക്കാം. ദിയാസനയ്ക്ക് നമ്മൾ ഈ എൻ്റെ വോയിസ് റെക്കോർഡ് ഇപ്പം എനിക്ക് ചേട്ടനൊരു വോയിസ് റെക്കോർഡ് ഇട്ട് അത് ഞാൻ മറ്റൊരാൾക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും എനിക്ക് റിവെഞ്ച് മൈൻഡ് ഉണ്ടായിരിക്കും. ഉണ്ടാവാതെ എന്തായാലും ഒരിക്കലും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയാസന എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്നു. കാരണം എൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രിവാൻഡ്രത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശാസ്ത്രമംഗലത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു വർക്കിൻ്റെ ഒരു ആവശ്യത്തിന്. കാരണം ഷൂട്ടിന് പോകണം വരണം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതിന് വേണ്ടി എടുത്തിട്ട് അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ. അപ്പം നമ്മൾ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ടീം വന്നപ്പോഴത്തേക്ക് ദിയാറിനോട് ഇവരെ നമുക്ക് എല്ലാവരും കൂടെ കറങ്ങാൻ പോകാന്നെല്ലാം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സജിനയുടെ വീട്ടിൽ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് വന്നിരിക്കുന്ന നല്ല രസമാണെന്നൊക്കെ 4-5 പേരുണ്ടായിരുന്നത്. ബിഗ് ബോസിലുള്ള അതിനകത്ത് ഒരാൾ മാത്രം ദിയയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ. അതും പറയേണ്ട അവരൊന്നും ഞാൻ പിടിച്ചിടുന്നില്ല ഇതിനകത്ത്. ബാക്കിയെല്ലാം ബിഗ് ബോസിലൊരു ടീമായിരുന്നു. വന്നു ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എ സി റൂം എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ എ സി റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ ഞാൻ MDM ആയിരുന്നു എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെന്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെന്റ് നടന്നതാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നേ ആണ് എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ തന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറിയപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്നുണ്ട് കുട്ടികളൊക്കെ വീട്ടിലില്ല. ഇല്ല ആ സമയത്ത് ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സാധനമാണ്. ഇല്ല ഞാൻ ആ സമയത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ. ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കും. തിരിച്ച് ഞാൻ ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ നേരെ അങ്ങ് പോകും. കാരണം ഹോട്ടൽ റൂമിന് കാരണം എനിക്ക് ഇവർ പൈസ തരുന്നുണ്ട്. ഹോട്ടൽ റൂമിന് പകരം എനിക്ക് റൂമിന്. പിന്നെ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് എൻ്റെ ഒരു ബൊട്ടിക്കിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പം ഈ ഷൂട്ടിന് മാത്രമേ ഞാൻ അവിടെ നിൽക്കുള്ളൂ. റൂം മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ആ റൂം താമസിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹോട്ടൽ റൂമിൽ നിൽക്കുമ്പോൾ എനിക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര കുറച്ച് പ്രശ്നം. ഹോട്ടൽ ബാത്റൂമിലൊക്കെ പോകാൻ കുറച്ച് പേടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പ്രൈവറ്റ് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് എടുത്തിടും. അന്നേരം അവർ അതിൻ്റെ പൈസയും പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പർപ്പസും ഉണ്ടല്ലോ. അങ്ങനെ ഈ സാധനം വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി പോകുമെന്ന് പറയാനും പറ്റുന്നില്ല. എനിക്കറിഞ്ഞൂടെ. നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ സജിന എന്ത് മുഖമൊക്കെ മാറുന്നത്. ഞാൻ പറഞ്ഞില്ല ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുകയെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്. കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് വെളിയിലിറങ്ങും. ഇവരെങ്ങനെയെങ്കിലും എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയ എൻ്റെ അടുത്ത് ഒന്ന് പറയുന്നതാ സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദിയ നീ എന്തോ പറഞ്ഞു. ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബിയർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സാധനം. എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തോണ്ട് ചെവി വെച്ചോണ്ട് ഞാനങ്ങ് ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെയും ഞാനൊരു പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നതും. എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞ് കുറച്ച് നാളെ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല. കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. കാരണം ഇനി എന്തെങ്കിലും വന്നാൽ എൻ്റെ തലയിലോട്ടാവത്തില്ലേ. അല്ല അതിനുശേഷം പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്. എൻ്റെ അടുത്ത് അതിനുശേഷം പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സജിന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു ദിയ ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക. ദിയാസന നേരെ വോയിസ് റെക്കോർഡ് ഫിറോസ് ഖാൻ കൊടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. പറഞ്ഞാലും മുക്കാലും കള്ളമാണ്. ദിയാസേന അതിനുള്ള മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഒന്നാമത് ഈ കാലഘട്ടത്തിൽ ഈ പറയാൻ പറ്റുന്നത് പോലും അല്ല. പിന്നെ ഇതൊന്നും ഉപയോഗിക്കാത്ത സജിനയ്ക്ക് അത് പൊടിച്ചതും ഇലയും എല്ലാം എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് സത്യം കേട്ടോ. എന്തായാലും അതിനുള്ള മറുപടിയായിട്ട് ദിയാസേന വരുന്നുണ്ട്. അത് അടുത്ത വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ പിന്നെ അവർക്ക് എന്തായാലും പിടി കിട്ടിയല്ലോ. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെളിവായിട്ടൊക്കെ മാറുമായിരുന്നല്ലോ അല്ലേ. അപ്പോൾ സജിന പറഞ്ഞതിന് സത്യമാണോ അല്ലേ എന്നുള്ളത് ദിയാസേനയുടെ മറുപടി കൊടുത്തോളൂ. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫിറോസ് ഖാനും 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സജിനയാണ് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് സജിന പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സജിനയെ ബന്ധപ്പെടുകയും ഫിറോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജിനയോട് പറയുകയും അങ്ങനെ സജിന ഈ പെൺകുട്ടിയെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഫിറോസിനെതിരെ പരാതി കൊടുക്കുകയും അതിനുശേഷമാണ് സജിന തൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് 45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വോയിസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേട്ട് നോക്കാം. ഫിറോസ് അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല.
ചെയ്യും. ഞാൻ എനിക്ക് ഒരു മാർഗ്ഗമില്ല. എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനി ചെയ്യാൻ പോവാം. സീരിയസ് ഞാൻ പറയുക. മനസ്സിലാക്കിയോടായിരുന്നോ? ഇത്രയും നിന്നെ ഹെൽപ്പ് ചെയ്തു. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ്ക? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ്ക. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടത് പോലെ തന്നെയാണ് ഫിറോസ്ക്കായി നാണം കെട്ടുന്നത്. പിന്നെ കേസായാലാണ് ഈ പറഞ്ഞ കണക്ക് ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങള് നാണം കെട്ടില്ലേ എല്ലാരും? അത് മാത്രം ഇല്ല ഫിറോസ്ക്കാക്ക് എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ്ക്കാക്ക് എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോയി ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ്ക്ക് അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും മെസ്സേജ് വന്നത് ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് എന്തൊക്കെയാണ് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കോ അത് എനിക്കുണ്ടായ പ്രഷർ അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാർ മൊത്തം ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഉറപ്പായിട്ട് ഞാൻ ഒരു കാര്യം പറ്റേ, ഉപ്പ് തിന്നുവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അത് ആ രീതി ചെയ്യാം. എനിക്കിതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പം ബാക്കിയുള്ളവർ അതിന്റെ തെളിവെടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ എല്ലാരും നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യും. കാരണം അല്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് അറിയില്ല. ചിലപ്പോൾ കേൾക്കുന്ന വേറെ ഞാൻ മരിച്ചെന്നുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറ്റേ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാതെ ഈ കേസ് കൊടുക്കുമ്പോ കേസ് ഇൻവാലിഡ് ആവുമ്പോ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും വന്ന് പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ആക്കുവോ. പിന്നെ ആൾക്കാർ പറയും ഇവൻ ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ്ക മണ്ടത്തരം കാണിക്കാതെ. ഇപ്പൊ 2 ദിവസം കഴിയുമ്പോൾ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ എന്റെ പേര്, പാർട്ടി വൈസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതെങ്ങ് പോകും. നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്ക് ഒരു ഊമക്കത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും ഇത് ഇപ്പൊ അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവനെ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയെന്ന് പറഞ്ഞാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒരു കാര്യം പറ്റേ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഫിറോസ്ക്ക ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷനാണ് ഞാനൊക്കെ നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും ശരിയാന്ന് പറഞ്ഞു നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാനും അനുഭവിച്ചു. ഞാൻ ഇത് ഒരിക്കലും കളയുന്നതിനും എനിക്കിത് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്തിങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാലിഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇതാരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞു വീണ്ടും അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. അത് നീ അല്ലാതെ ലോകത്ത് ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റില്ല. മനസ്സിലാക്കിക്കോ. ഇത് ഇതാണ് അവരുടെ ഫോൺ സംഭാഷണം കേട്ടോ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിറോസ് ഖാനെതിരെ 45 മിനിറ്റ് വീഡിയോ സജിന തൻ്റെ അക്കൗണ്ടിലിട്ട് റിമൂവ് ചെയ്തു പോയത്. അപ്പോൾ ഇവരുടെ സംഭാഷണം കേട്ടപ്പോൾ അങ്ങനെ ഒരു കൊച്ചിനെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫിറോസ് പെടും. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം. അപ്പം ഇതിനുള്ള മറുപടി ഫിറോസ് ഖാനാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അത് എനിക്ക് ഒന്നും മിണ്ടില്ലാൻ തോന്നുന്നു. മിണ്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അത് ഒരു വള്ളിയായിട്ട് അങ്ങ് മാറും. അതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കണം കേട്ടോ. അതെങ്ങനെയെങ്കിലും സജിനയ്ക്ക് അത് കുത്തിപ്പോക്കി ഫിറോസ് ഖാനും ജയിലിൽ അടയ്ക്കണം എന്ന് പറഞ്ഞ് തന്നെ നിൽക്കണം കേട്ടോ സജിന. എന്തായാലും സജിനയുടെ കഥകൾ കേൾക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 100 കാര്യം ഇങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് സജിന വല്ല വിധേനയും ഒരു തെറ്റ് ഫിറോസ് ഖാനെതിരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നെങ്കിലും ഒന്നിനും തെളിവില്ല. എന്നാൽ ഫിറോസ് ഖാനിൽ ഒരുപാട് തെളിവുണ്ട്. എന്തായാലും ഇത് കണ്ടു തന്നെ അറിയാം. ഇത് ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ദിയ സേനയൊക്കെ എടുത്തിട്ട കാരണം ദിയ അല്ലെങ്കിൽ തന്നെ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഉടനെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോകളിലേക്ക് കാണാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.